സിപിഎം നേതൃത്വത്തിന് മുന്നിൽ ഉപാധികൾ വെച്ച് കെടിഡിസി ചെയർമാൻ പി.കെ. ശശി. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുക്കാമെന്ന സിപിഎം തീരുമാനത്തിന് പിന്നാലെയാണ് ശശി ഉപാധികൾ മുന്നോട്ട് വച്ചത്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ തന്റെ അനുകൂലികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ പദവികൾ നൽകണമെന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചുവിട്ടവർക്ക് ജോലി നൽകണമെന്നുമാണ് ഉപാധി. പി.കെ. ശശിയുടെ എല്ലാ ആവശ്യങ്ങളും സിപിഎം നേതൃത്വം അംഗീകരിക്കാൻ സാധ്യതയില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കെടിഡിസി ചെയർമാൻ സ്ഥാനം പി.കെ. ശശി രാജിവെക്കും. പാലക്കാട് ജില്ലയിലെ സിപിഎം വിമതരെ ഉൾപ്പെടുത്തി പുതിയ പാർട്ടി രൂപീകരിക്കാനും പി.കെ. ശശി ആലോചിക്കുന്നുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എന്തായാലും കുറച്ചധികം ഉപാധികൾ പി.കെ. ശശി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ശശിയുടെ ഉപാധികൾ അംഗീകരിക്കപ്പെടാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഇല്ലെങ്കിൽ ഇനി എന്തൊക്കെ നീക്കങ്ങൾ പി.കെ. ശശിയുടെ ഭാഗത്തുനിന്നുണ്ടാകും? ജിൽസി, മണ്ണാർക്കാട് യൂണിറ്റി സഹകരണ കോളേജിന്റെ പിരിവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പി.കെ. ശശിക്കെതിരെ ഈ അച്ചടക്ക നടപടി എടുക്കുന്നത്. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നേരെ ഈ തരം താഴ്ത്തി ഒരു ബ്രാഞ്ച് അംഗം മാത്രമായി മാറ്റുകയായിരുന്നു. ഇതോടുകൂടി വലിയ ഒരു പ്രശ്നം CPM-നകത്ത് ഉണ്ടായി. പി.കെ. ശശിയും നേതൃത്വവും തമ്മിൽ വലിയ അകൽച്ചയിലാണ്. താൻ ഏത് ബ്രാഞ്ചിലാണെന്ന് തനിക്ക് അറിയില്ല എന്ന് ഉൾപ്പെടെ അദ്ദേഹം പറയുന്നൊരു സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ പി.കെ. ശശിയെ കൂടെ കൂട്ടണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് മന്ത്രി റിയാസ്, അതോടൊപ്പം തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ, EP ജയരാജൻ എന്നിവർ ഇദ്ദേഹവുമായി ചർച്ച നടത്തി, പി.കെ. ശശിയുമായി ചർച്ച നടത്തിയിരുന്നു. അവർ മുന്നോട്ട് വെച്ചത് പി.കെ. ശശിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാക്കാം, അതോടൊപ്പം തന്നെ ഒഴിവ് വരുന്ന മുറയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗമായും പരിഗണിക്കാം എന്നുള്ളതാണ്. എന്നാൽ പി.കെ. ശശി ഒരുപാട് നിബന്ധനകളാണ് സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ തിരിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ തനിക്കൊപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്, പുറത്തുപോയ നിരവധി ആളുകളുണ്ട്. അവർ നേരത്തെ ഏതെല്ലാം ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ പദവികൾ തിരിച്ചു നൽകണം. അതോടൊപ്പം തന്നെ പി.കെ. ശശി ഈ സഹകരണ ബാങ്കുകളിൽ നിയമിച്ച പലരും ഈ സ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ട് ജോലിയില്ലാത്തവരായി തുടരുകയാണ്. ഈ ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ജോലി തിരിച്ചു നൽകണം. ഈ സഹകരണ ബാങ്കുകളുടെ പല കമ്മിറ്റികളും പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിച്ചിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതായത് സ്ഥാനങ്ങൾ നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഉപാധിയായി വെച്ചിരിക്കുന്നത്. ഈ എല്ലാ ഉപാധികളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഈ സംസ്ഥാന നേതൃത്വമുള്ളത്. ജില്ലാ നേതൃത്വത്തിന് പി.കെ. ശശിയെ തിരിച്ചെടുക്കുന്നതിൽ വലിയ അഭിപ്രായമില്ല. അവർക്ക് ഈ ഒത്തുപോകാത്ത സാഹചര്യമുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടത് കൊണ്ട് എന്തെങ്കിലും ആകുമോ ഇനി അറിയാനുണ്ട്. പക്ഷേ ഈ മുഴുവൻ അദ്ദേഹത്തിന്റെ ഉപാധികളും ഈ പൂർണ്ണമായി നടപ്പിലാക്കി കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കെടിഡിസി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും പാലക്കാട് ജില്ലയുടെ കൊഴിഞ്ഞാമ്പാറ അടക്കമുള്ള വിവിധ മേഖലകളിൽ ഉള്ള വിമതരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാർട്ടി രൂപീകരിക്കുന്ന കാര്യവും അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ട്. ജിൽസി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.